നമ്മൾ ഈ വീഡിയോയിൽ തൈറോയിഡക്ടമി എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ചും അതിനെ ബേസ് ചെയ്ത് DHA ഹാദ മോച്ച് പ്രോമെട്രിക് പിയേഴ്സൺ വ്യൂ എക്സാമുകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ 2-3 പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തൈറോയിഡക്ടമി നമ്മുടെ നെക്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഗ്ലാൻഡാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ആ തൈറോയ്ഡ് ഗ്ലാൻഡിനെ സർജിക്കലി കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റുന്ന പ്രൊസീജിയറിൻ്റെ പേരാണ് തൈറോയിഡക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയർ. തൈറോയിഡക്ടമി ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ് ഇതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ എക്സാമിനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന്, പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ പേഷ്യൻ്റ് കൊടുക്കേണ്ട പൊസിഷൻ. തൈറോയിഡക്ടമി ചെയ്ത് കിടക്കുന്ന പേഷ്യൻറ്റിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ നമ്മൾ കൊടുക്കേണ്ട പൊസിഷൻ സെമി ഫോർവേഡ്സ് പൊസിഷനാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ബ്ലീഡിങ് തൈറോയിഡക്ടമി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. തൈറോയിഡക്ടമി ചെയ്ത പേഷ്യൻറ്റിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ നമ്മൾ ബ്ലീഡിങ് അസസ് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ മാത്രം അല്ല നമ്മൾ അസസ് ചെയ്യേണ്ടത്. അസസ് ബ്ലീഡിങ് ബോത്ത് ആൻറ്റീരിയർലി ആൻഡ് പോസ്റ്റീരിയർലി, നെക്കിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മൂന്നാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ വളരെ അടുത്തിരിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ്. തൈറോയിഡക്ടമി ചെയ്യുന്ന സമയത്ത് ഈ പാരാ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ടിഷ്യൂസ് സർജറി ചെയ്യുന്ന സമയത്ത് പാരാ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ടിഷ്യൂസ് ആക്സിഡൻ്റലി ഡാമേജ് ആവുകയോ പാരാ തൈറോയ്ഡ് ഗ്ലാൻഡിലേക്ക് പോകുന്ന ബ്ലഡ് സർക്കുലേഷൻ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ലെവൽ കുറയും. പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പാരത്തോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ. പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരത്തോർമോണിന്റെ ഫംഗ്ഷനാണ് മെയിൻറ്റെയിൻ കാൽസ്യം ബാലൻസ് ഇൻ ദി ബ്ലഡ്, ബ്ലഡിനകത്ത് കാൽസ്യം ബാലൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തൈറോയിഡക്ടമി ചെയ്യുന്ന സമയത്ത് ആക്സിഡന്റലി പാരാ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ടിഷ്യൂസ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റുകയോ പാരാ തൈറോയ്ഡ് ഗ്ലാൻഡിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ പാരാ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരത്തോർമോൺ ലെവൽ കുറയുകയും പാരത്തോർമോൺ ലെവൽ കുറഞ്ഞു കഴിയുമ്പോൾ പാരത്തോർമോണിന്റെ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ കാൽസ്യം ബാലൻസ് ഇൻ ദി ബ്ലഡ് ആയതുകൊണ്ട് പാരത്തോർമോൺ ലെവൽ കുറഞ്ഞു കഴിയുമ്പോൾ ബ്ലഡിൽ കാൽസ്യം ലെവൽ കുറയുകയും ചെയ്യും. അതിനെയാണ് ഹൈപ്പോകാൽസീമിയ എന്ന് പറയുക. സിവിയർ ഹൈപ്പോകാൽസീമിയ ലീഡ്സ് ടു ടെറ്റനി. അപ്പോൾ തൈറോയിഡക്ടമി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു കോംപ്ലിക്കേഷനാണ് ഹൈപ്പോകാൽസീമിയ ഓർ ടെറ്റനി. ടെറ്റനി അടിച്ചു കഴിഞ്ഞാൽ, ടെറ്റനി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് കാണിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ടിംഗ്ലിംഗ് സെൻസേഷൻ ഇൻ ദി ഫേസ്, കാർപ്പൽ സ്പാസം, അതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സൈൻസ് ഉണ്ട്. പോസിറ്റീവ് ചോപ്സ്റ്റിക് സൈൻ എന്ന് പറയും, പോസിറ്റീവ് ട്രൗസേഴ്ഡ് സൈൻ എന്ന് പറയും. ഇതിൻ്റെ ടെറ്റനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അഡ്മിനിസ്റ്റർ കാൽസ്യം ഗ്ലൂക്കണേറ്റ് ആണ്. അഡ്മിനിസ്റ്റർ കാൽസ്യം ഗ്ലൂക്കണേറ്റ് ആണ് മാനേജ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക. ഇതുപോലെ കൂടുതലായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുന്നതിനും പഠിക്കുന്നതിനും ജോമോൺസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. DHA ഹാദ് എമോച്ച് പ്രോമെട്രിക് പിയേഴ്സൺ വ്യൂ പോലെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ആകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോമോൺസ് അക്കാഡമിയുമായി ബന്ധപ്പെടുക. Thank you.